എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളുകളായി വീഡിയോ ചെയ്തിട്ട് ഒന്ന് രണ്ട് തിരക്കുകളൊക്കെ ആയിട്ട് യാത്രകളൊക്കെ ആയിട്ട് നിങ്ങൾ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും. ഞാൻ ബിസി ആയിരുന്നു, അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ ചെയ്യാൻ കാരണം. ഞാൻ കണ്ട മറ്റൊരു വീഡിയോ ആണ്, അതൊന്ന് നമുക്ക് കണ്ടു നോക്കാം. കേരളത്തിന്റെ ഉള്ളിലുള്ള നമ്മുടെ DNA പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മളൊക്കെ നാഗാലാൻഡ് വരാം. നാഗന്മാരാണ് കുറെ സ്ഥലത്തുനിന്ന് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ട് അവസാനം വന്നു കയറിയിട്ടുള്ള ആൾക്കാർ. നാഗന്മാരാണ് പിന്നീട് നായന്മാരാകുന്നത്. ഈ നാഗന്മാരിൽ തന്നെ കേരളത്തിലേക്ക് നേരെ വരാതെ ശ്രീലങ്ക വഴി ചുറ്റി വന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരെ ത്രീയന്മാരെന്ന് വിളിച്ചു. അവരാണ് ഇന്നത്തെ തീയന്മാര്. ഇതൊക്കെ ബേസിക്കലി നെഗ്രിറ്റോസ് ആണ്. നമ്മളൊക്കെ നെഗ്രിറ്റോസ് എന്ന് പറയുന്ന വംശമാണ്. എന്നാൽ ഇപ്പൊ യഥാർത്ഥ നെഗ്രിറ്റോസിനെ കാണുന്നുണ്ടെങ്കിൽ ഉൾക്കാടുകളിലേക്ക് പോകണം. വയനാടിന്റെ ഒക്കെ ഉൾക്കാടുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ട്രൈബ്സിനെ കാണാം. യഥാർത്ഥത്തിൽ അവരാണ് നെഗ്രിറ്റോസ്. അവരിൽ നിന്നും നാഗാലാൻഡുകാർ നായന്മാര് വന്നിട്ട് നാഗന്മാര് വന്നിട്ട് മിക്സപ്പ് ആയ ആളുകളാണ് നമ്മള്. അതിൽ തന്നെ ആര്യൻ ഇൻവേഷൻ നടന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആര്യൻ മൈഗ്രേഷൻ സംഭവിച്ചിട്ടുണ്ട്. ആ മൈഗ്രേഷൻ സംഭവിക്കുന്ന നമ്മളിലൊക്കെ ഉണ്ട് ആ DNA. അപ്പോ വീഡിയോ കണ്ടല്ലോ. ഇതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഇതിൽ പറയുന്നത് നഗ്രിറ്റോസ് ആണ് നമ്മളെല്ലാവരും. അതായത് നാഗാലാൻഡിൽ നിന്നും നാഗന്മാർ ഇങ്ങോട്ട് വന്ന് വയനാടുകളിലെ ഉൾക്കാടുകളിലും മറ്റും താമസിക്കുന്ന ആദിവാസി ഗ്രൂപ്പുകളുമായി സംയോജിച്ച് ഉണ്ടായ നഗ്രിറ്റോസ് ആണ് നമ്മളൊക്കെ എന്നാണ് പറയുന്നത്. അതിൽ നാഗാലാൻഡിൽ വന്ന് ഇവർ നായന്മാരായി തീയന്മാരായി അങ്ങനെയൊക്കെയാണ് നമ്മൾ ഉള്ളത്. പിന്നെ ആര്യൻ ഇൻവേർഷൻ മൂലം നമ്മൾ ആര്യന്മാരും ആണ് എന്നാണ് ഇതിൽ ഈ പുള്ളി, അതായത് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇതിൽ എത്രമാത്രം സത്യമുണ്ട്, രാവിലെ കഴിച്ച പുട്ട് തള്ളിയതാണോ എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ഓക്കെ, ഈ പുള്ളി ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. ഒന്നാണ് സുൽത്താൻ്റെ ഭൂതഗണം എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ഈ പുള്ളി പറയുന്നതാണോ ശരി, അല്ല യഥാർത്ഥത്തിൽ മറ്റെന്തെങ്കിലും ശരികളുണ്ടോ എന്നൊക്കെയാണ് ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. നമുക്കതൊന്ന് നോക്കാം. ഇതൊക്കെ അറിയണമെങ്കിൽ നമുക്ക് നായന്മാരെ ചരിത്രം അറിയണം, നാഗന്മാരുടെ ചരിത്രം അറിയണം, നഗ്രിറ്റോസ് എന്നാൽ എന്താണെന്നും അറിയണം. അപ്പോൾ നമുക്കതെന്താണെന്ന് ആദ്യം നോക്കാം. ആദ്യം നായന്മാരെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. നായന്മാർ എന്നത് ചരിത്രപരമായി തിരുനാട്ടിൽ, അതായത് തമിഴ്നാട് ഭക്തിയായിരത്തിൽപ്പെട്ട ഒരു വിഭാഗമാണ്. പ്രത്യേകിച്ച് ശിവഭക്തരായ 63 നായന്മാർ എന്ന് പ്രശസ്തരാണ്. ഇവർ 6 മുതൽ 10-ാം നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്നവരും ശിവഭക്തിയും തുല്യാധികാരവും പ്രചരിപ്പിച്ചവരാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നായിക്കർ പട എന്നൊക്കെ. അതായത് ചേരന്മാരുടെ പടയില്ലേ, ചേര നായിക്കർ എന്നൊക്കെ പറയുന്നത്. അതുപോലെ നാഗാലാൻഡിൽ നിന്നുള്ള നാഗന്മാർ എന്നും തമിഴ്നാട്ടിലെ നായന്മാർ എന്നും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ടെന്ന് ചരിത്ര പുസ്തകങ്ങളിൽ പരാമർശങ്ങളില്ല. നാഗന്മാർ എന്ന് പറയുന്നത് ഒരു ജനവിഭാഗത്തെ സൂചിപ്പിക്കുന്നതാണ്. നായന്മാർ എന്നാൽ ശിവഭക്തരാണ്, ചേരന്മാരാണ്. അതുകൊണ്ട് നാഗാലാൻഡിൽ നിന്നുള്ള നാഗന്മാരും തമിഴ്നാട്ടിലെ നായന്മാരും തമ്മിൽ പരസ്പര ബന്ധമില്ലെന്ന് പറയാം. അതായത് ബേപ്പൂർ സുൽത്താൻ പറയുന്നത് പോലെ നാഗാലാൻഡിലെ നാഗന്മാർ ഇവിടെ വന്നിട്ട് മൈഗ്രേറ്റ് ചെയ്തിട്ട് നായന്മാരായതല്ല എന്നർത്ഥം. നാഗന്മാർക്ക് തങ്ങളുടെ പഴയ മഹാപാരമ്പര്യവും പോരാട്ടപ്രബലമായ സംസ്കാരവും ഉണ്ടായിരുന്നുവെന്നും അവർ തങ്ങളുടെ സ്വതന്ത്രതയെയും ആധിപത്യത്തെയും നിലനിർത്താൻ ശ്രമിച്ചിരുന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നു. നാഗഗോത്രവർഗങ്ങൾ പ്രഥമമായും വടക്കു കിഴക്കൻ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നവരായിരുന്നു. പ്രത്യേകിച്ച് നാഗാലാൻഡിലും അതിനോട് ചേർന്നുള്ള മേഖലയിലുമാണ് അവരുടെ വാസം. നാഗ ജനവിഭാഗങ്ങളുടെ സഞ്ചാരപഥവും വ്യാപാരപരവുമായ ചരിത്രം കൂടുതലായും ഈ മേഖലയുടെ പരിസരത്തോടുകൂടി പരിമിതമായിരുന്നതാണ്. നാഗഗോത്രങ്ങളുടെ വാസമേഖലയും ദക്ഷിണേന്ത്യയിലെ കേരളവും തമിഴ്നാടും തമ്മിൽ ഭൂഗോളപരമായി വളരെ അകന്നാണ്. അതുകൊണ്ട് ദക്ഷിണേന്ത്യയിലേക്ക് അവർ സഞ്ചരിച്ചുവെന്നുള്ള സാക്ഷ്യപത്രങ്ങളോ പ്രമാണങ്ങളോ ഇല്ല.
പരമ്പരാഗതമായി ദക്ഷിണേന്ത്യയിലെ സാമൂഹികവും സാംസ്കാരികവുമായ ചരിത്രം അവർക്കുണ്ടായിരുന്നു. പ്രത്യേക സമൂഹങ്ങളുടെയും സംസ്കാരങ്ങളുടെയും ചുറ്റിപ്പറ്റിയാണ് അവർ വികസിച്ചത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു, നാഗന്മാരും നായന്മാരും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അവർ ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വന്നിട്ടുമില്ല. ഇവിടെ നായന്മാരുണ്ടായത് നാഗന്മാരെ കൊണ്ടുമല്ല. നാഗാലാൻഡ് എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു സ്ഥലമാണ്, നമ്മുടെ സ്ഥലം വേറെ തന്നെയാണ്. അപ്പം ആ പറഞ്ഞത് കളവാണ്. അത് കളവോ അയാൾ ധരിച്ചു വെച്ചതെന്തോ ആണ്, അല്ലാതെ അത് സത്യമൊന്നുമല്ല. ഇനി അയാൾ പറഞ്ഞിട്ടുള്ളത് നഗ്രിറ്റോസിനെ കുറിച്ചാണ്. നമ്മൾ ഇവിടെ ഉള്ളവർ, അതായത് വയനാട്ടിലെ ഉൾക്കാടുകളിൽ പോയാൽ മാത്രമേ നഗ്രിറ്റോസിന് ഇപ്പോൾ കാണാൻ പറ്റൂ. നമ്മളെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നഗ്രിറ്റോസ് ആണ്, പിന്നെ ആര്യൻ ഇതുമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതെന്താണ് നഗ്രിറ്റോസ് എന്നുള്ളതൊന്ന് നമുക്ക് നോക്കാം. വയനാട്ടിലെ ആദിവാസി സമൂഹമായ ഭൂമികാവ്, മുതുവൻ, കുമ്പൻ, ആദിയ തുടങ്ങിയവർ വംശപരമായും സാംസ്കാരികപരമായും ദ്രാവിഡരോ അല്ലെങ്കിൽ ആത്രോയിസ് വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഇവരുടെ യാതൊരു സ്വഭാവങ്ങളും നഗ്രിറ്റോസ് വിഭാഗങ്ങളോട് യോജിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയപരമായിട്ട് ഇവരെ നഗ്രിറ്റോസ് എന്ന് വിളിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വയനാട്ടിലെ ഉൾക്കാടുകളിലൊന്നും പോയാലൊന്നും നഗ്രിറ്റോസിനെ കാണാൻ പറ്റൂല. അത് ദക്ഷിണേന്ത്യയിലുള്ള നാഗാലാൻഡിൽ തന്നെ പോകണം. അവരുടെ ഇപ്പോഴത്തെ ആദിവാസി ഗ്രൂപ്പുകളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഗ്രിറ്റോസിനെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതും എന്താണ്, അയാൾ ധരിച്ചു വെച്ചിരിക്കുന്ന എന്തോ ഒരു തെറ്റിദ്ധാരണയാണ്, അല്ലാതെ ഇതിൽ യാതൊരുവിധ സത്യവുമില്ല. അപ്പം ഇതൊക്കെയാണ് ഇന്ന് നമ്മുടെ അദ്ദേഹം പറഞ്ഞ വീഡിയോക്ക് അനുസരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. പുള്ളി എന്തോ ധാരണയിൽ ഏതൊക്കെയോ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടോ അല്ലെങ്കിൽ പുള്ളിക്ക് തോന്നിയതോ ആയ കാര്യങ്ങളാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ യാതൊരു സത്യാവസ്ഥയും ഇതിലില്ല. പുള്ളി പറയുന്നതൊന്നും ശരിയല്ല. നാഗാലാൻഡുകാർ ഇങ്ങോട്ടേക്ക് വന്നിട്ട് നായന്മാരായതല്ല. ഇവിടെ ഭരിച്ചിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടുകാലം മുതലേ ഭരിച്ചിരുന്ന ആൾക്കാർ, ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ ദ്രാവിഡന്മാരാണ്. അവർ ഏകദൈവ വിശ്വാസികളായിരുന്നു ദ്രാവിഡന്മാർ എന്നുള്ളത് നിങ്ങൾക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവർ ശിവഭക്തരായിരുന്നു. അതിലുണ്ടായിരുന്ന ചേരനായ്ക്കർ എന്ന സംഭവമാണ് ഈ നായന്മാരായിട്ട് മാറിയിട്ടുള്ളത്. തീയന്മാരായിട്ടുള്ളത് അത് വേറെ കഥയാണ്. അത് മറ്റൊരു അവസരത്തിൽ പറയാം. എല്ലാം കൂടെ പറഞ്ഞ് വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഒരു വലിയൊരു സാമ്രാജ്യം തന്നെ പടുത്തുയർത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ തമിഴ് സിനിമ കണ്ടിട്ടുണ്ടാവും, PS1 PS2 എന്ന് പറഞ്ഞിട്ട് 2 ഇതായിട്ട്. ആ കഥയിൽ തന്നെ കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട്. അല്ലാതെ തന്നെ ചരിത്രപരമായിട്ട് നിങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ ഇതിലും കൂടുതൽ തെളിവുകൾ നിങ്ങൾക്ക് കിട്ടും ഇവിടെ ഉണ്ടായിരുന്നവരാരാണെന്നുള്ളത്. ഇന്നുള്ള പല രാജ്യങ്ങളിലും തമിഴ് വംശജരുണ്ട്. അതിന് കാരണം തന്നെ എന്താണ്, ഈ ദ്രാവിഡന്മാർ പടയോട്ടം തന്നെയാണ്. ചേര ചോള പാണ്ഡ്യന്മാരുടെ പടയോട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും അവർ വൻ സംഭവമായിരുന്നു. അതിനെക്കുറിച്ച് വിശദമായിട്ട് വേണമെങ്കിൽ മറ്റൊരു വീഡിയോയിൽ പറയാം. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.